മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം ഒന്നാകെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് സാധുവായ രേഖകളില്ലാതെ താമസിച്ചതിന് 6 സ്ത്രീകൾ ഉൾപ്പെടെ 16 ബംഗ്ലാദേശികളെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ATS ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിനിടെയാണ് അറസ്റ്റ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാരെ നാട് കടത്തി വിടുമ്പോൾ ഇങ്ങ് ജമ്മു കശ്മീരിൽ ഈ വർഷം ഇതുവരെ 75 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ സുരക്ഷ സൈന്യം ഉറപ്പുവരുത്തുകയാണ്. കൊല്ലപ്പെട്ട ഭീകരരിൽ 60% പാകിസ്ഥാനിൽ നിന്നുള്ളവർ ആണ് എന്നത് ഭീകരമായ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രദേശത്തെ 4 യുവാക്കളെ മാത്രമേ തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള തീവ്രവാദമാണ് ഇത് എന്നതിൽ ഇനി ഇതിൽ കൂടുതൽ ഒരു വ്യക്തതയും വരാനില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുകയാണ്. ഓരോ 5 ദിവസത്തിലും ഒരു ഭീകരനെ ഇന്ത്യൻ സുരക്ഷാ സേന ഇല്ലാതാക്കുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ട 75 പേരിൽ ഭൂരിഭാഗവും വിദേശ ഭീകരരായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31-നകം രാജ്യം നക്സലിസത്തിൽ നിന്ന് മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. 70% നക്സലുകൾ ഇപ്പോൾ തന്നെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്ന കാര്യവുമാണ്. മോദി സർക്കാർ ഒരു ഭീകരവാദിയെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാരതത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സംഘടനയും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഇനി അതിന് പുറപ്പെടില്ല എന്നത് തീർച്ചയാണ്. കാരണം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടത് 17 ഭീകരരാണ്. ഉൾപ്രദേശങ്ങളിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 26 ഭീകരരാണ്. വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണി തടയുന്നതിൽ സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ സുപ്രധാനമായ ചുവടുവെപ്പാണ് വെച്ചിരിക്കുന്നത് എന്ന് സൈന്യം വ്യക്തമാക്കുകയാണ്. കൊല്ലപ്പെട്ട 42 പ്രാദേശികതര ഭീകരരിൽ ഭൂരിഭാഗവും ജമ്മു മേഖലയിലെ 5 ജില്ലകളിലായ ജമ്മു, ഉധംപൂർ, കത്വ, ദോഡ, രജൌരി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. കേന്ദ്രത്തിന് ഇത് തടയാനുള്ള വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നതിൽ തർക്കം ഒന്നും തന്നെയില്ല. കശ്മീർ താഴ്വരയിലെ ബാരാമുള്ള, ബന്ദിപ്പോര, കുപാര, കുൽഗാം ജില്ലകളിലും വിദേശ ഭീകരരെ ഇല്ലാതാക്കിയിട്ടിരിക്കുകയാണ്. വിദേശ ഭീകരരുടെ സാന്നിധ്യം നിരീക്ഷിക്കപ്പെട്ട ജമ്മു കാശ്മീരിലെ 9 ജില്ലകളിൽ ബാരാമുള്ളയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നടന്നത് 9 ഏറ്റുമുട്ടലുകളിലായി 14 പ്രാദേശിക ഇതര ഭീകരർ കൊല്ലപ്പെട്ടു. ബാരാമുള്ളയിലെ ഭൂരിഭാഗം വിദേശ ഭീകരരെ ഉറി സെക്ടറിലെ സബൂര നല, മെയിൻ ഉറി സെക്ടർ, നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള കൽമക്കോട്ട് ഉറി ഉൾപ്രദേശങ്ങളായ ചക്താപർ ക്രീരി, നൌപോറ, ഹാദിപോറ, സാഗിപോറ, വാട്ടർഗാം, രാജ്പൂർ, സോപാർ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരർ മേഖലയിൽ സജീവമാണ് എന്നും എന്നാൽ പ്രാദേശിക ഭീകര സംഘടനകളെ തുടച്ചു നീക്കുന്നതിൽ സൈന്യം വിജയിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുകയാണ്. അതിനും ഒരു അറുതി വരുത്താൻ തന്നെയാണ് മോദി സർക്കാരിന്റെ അടുത്ത പ്രധാന നീക്കം.